കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുദക്ഷിണയാണ്. പ്രിയരെ, കംസന്റെ വധാനന്തരം ശ്രീകൃഷ്ണനും ബലരാമനും തടവിലായിരുന്ന വസുദേവരെയും ദേവകിയെയും മോചിപ്പിച്ചു. ഉഗ്രസേനനെ മധുരയിലെ രാജാവായി അഭിഷേകവും നടത്തി. അതിനുശേഷം രാമകൃഷ്ണന്മാർ അമ്പാടിയിലെത്തി നന്ദഗോപരെയും യശോദയെയും വണങ്ങി പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ശക്തിയായി നിലനിൽക്കുന്ന ഈ അമ്പുംവില്ലും സ്വീകരിക്കുക. യാദവ വംശത്തിന്റെ അഭിവൃദ്ധിയാണ് ഞങ്ങളുടെ പരമലക്ഷ്യം. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ എത്തുന്നതായിരിക്കും. അന്ന് ഈ അസ്ത്രാദികൾ ഞങ്ങളെ തിരികെ ഏൽപ്പിച്ചാൽ മതിയാകും. അന്നുവരേക്കും യാത്രാമംഗളം നേർന്നാലും. അപ്പോൾ യാദവ ഗുരുവായ ഗർഗൻ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം നിർദ്ദേശിച്ചു, കുമാരന്മാരെ, നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സാന്ദീപനി മഹർഷി നിങ്ങൾക്ക് അനുയോജ്യനായ ഗുരുവായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി നിങ്ങൾ പഠനം ആരംഭിക്കുക. രാമകൃഷ്ണന്മാർ ഗർഗമുനിയെയും മാതാപിതാക്കളെയും വണങ്ങി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ശ്രീകൃഷ്ണന് കുചേലൻ എന്ന ഉത്തമ സ്നേഹിതന് ലഭിച്ചു. പണ്ഡിതനായിരുന്ന സാന്ദീപനി മഹർഷിയിൽ നിന്നും ശ്രീകൃഷ്ണരാമന്മാർ സർവവേദങ്ങളും ചിത്രകലയും ഗണിതവും ഗന്ധർവവേദവും വൈദ്യവും ഗജശിക്ഷയും അശ്വശിക്ഷയും ധനുർവേദവും മറ്റും അഭ്യസിച്ചു. കാലം ഏറെ കടന്നുപോയി. വിദ്യാഭ്യാസ കാലഘട്ടം പരിസമാപ്തിയോടടുത്തു. ഒരു ദിവസം രാമകൃഷ്ണന്മാർ ഗുരുവിനെ വണങ്ങി വിനീതമായി അന്വേഷിച്ചു, ഗുരു, അവിടുത്തെ ദയയാൽ ഞങ്ങൾ പഠനം പൂർത്തിയാക്കി. ആശ്രമം വിട്ട് സ്വഗൃഹങ്ങളിലേക്ക് യാത്രയാകുന്ന ഞങ്ങളിൽ നിന്നും ഗുരുദക്ഷിണയായി അങ്ങയ്ക്ക് എന്താണ് വേണ്ടതെന്ന് അറിയിച്ചാലും. പുത്രന്മാരെ, എന്നെ ഇക്കാലമത്രയും അലട്ടിക്കൊണ്ടിരുന്ന ഒരു സ്വകാര്യ ദുഃഖത്തിന്റെ ശമനം നിങ്ങളുടെ ഗുരുദക്ഷിണയായി ഞാൻ ആവശ്യപ്പെടുന്നു. പണ്ട് എന്റെ പുത്രൻ പ്രാസതീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുങ്ങി മരിക്കുകയുണ്ടായി. ഗുരുദക്ഷിണ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ പുത്രനെ തിരികെ നൽകുക. രാമകൃഷ്ണന്മാർ സമ്മതിച്ചു. അതനുസരിച്ച് അവർ പ്രഭാസ തീർത്ഥയിടത്തേക്ക് യാത്രയായി. സമുദ്രതീരത്തെത്തിയ രാമകൃഷ്ണന്മാർ വരുണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദേവ, ഗുരുദക്ഷിണ തേടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങയുടെ കയങ്ങളിൽ വീണ് ജീവൻ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഗുരുപുത്രനെ തിരികെ ഏൽപ്പിക്കേണ്ട കർത്തവ്യം ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. അങ്ങ് ഞങ്ങളെ സഹായിക്കുക. രാമകൃഷ്ണന്മാരെ, നിങ്ങളുടെ ഗുരുപുത്രൻ വാസ്തവത്തിൽ ജലത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നില്ല. അവനെ പഞ്ചജനൻ എന്ന അസുരൻ പിടികൂടിയതാണ്. ഒരു ശംഖിന്റെ രൂപത്തിൽ ആ ദുഷ്ടരാക്ഷസൻ കടലിന്റെ അടിത്തീരത്ത് വാസമുറപ്പിച്ചിരിക്കുന്നു. അവന്റെ ദുഷ്ടതയിൽ ഞാനും പരവശനാണ്. അവനെ സംഹരിച്ച് ഗുരുപുത്രനെ വീണ്ടെടുക്കുക, വരുണദേവൻ നിർദ്ദേശിച്ചു. ഇപ്രകാരം ഗുരുപുത്രനെ കുറിച്ചുള്ള വിവരം ലഭിച്ച ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ സമുദ്രത്തിലേക്ക് എടുത്തുചാടി. ശംഖിന്റെ രൂപത്തിൽ വസിക്കുന്ന പഞ്ചജനനെ വധിച്ച് എന്നിട്ട് ഗുരുപുത്രനെ അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും കണ്ടുകിട്ടിയില്ല. നിരാശനായ ഭഗവാൻ പഞ്ചജനൻ വസിച്ചിരുന്ന ശംഖ് എടുത്ത് ഊതി. ആ ശംഖുലി കേട്ടപ്പോൾ കാലൻ മൃത്യുലോകത്തു നിന്നും ഇറങ്ങി വന്ന് കാര്യമന്വേഷിച്ചു. സാന്ദീപനി പുത്രൻ എവിടെയാണ്? അവനെ വധിച്ച പഞ്ചജനൻ വധിക്കപ്പെട്ടു കഴിഞ്ഞു. ഗുരുപുത്രനെ എനിക്കു നൽകി ഗുരുദക്ഷിണ നൽകാനുള്ള എന്റെ ആഗ്രഹത്തെ അങ്ങ് പൂർത്തീകരിച്ചാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അപേക്ഷിച്ചു. ആ അഭ്യർത്ഥന കേട്ടയുടൻ യമദേവൻ പോയി ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ നിർത്തി. സന്തുഷ്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലനെ അനുഗ്രഹിച്ച ശേഷം ഗുരുപുത്രനുമായി കരയിലെത്തി. രാമനോടൊപ്പം ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശ്രീകൃഷ്ണൻ ഗുരുപുത്രനെ ഗുരുവിന് നൽകി വണങ്ങി നിന്നു. ആനന്ദത്താൽ മതിമറന്ന മഹർഷി ഇരുവരെയും അനുഗ്രഹിച്ചു. സ്നേഹപൂർവം, രഞ്ജൻ കയനാട്.